In the last class, we have studied about the position and momentum uncertainty principle. So this one, not the only one uncertainty principle. We have other uncertainty principles as well. They are energy time uncertainty principle, which is given by delta E into delta T greater than or equal to cross H by 2. And the angular momentum and angle uncertainty principle, which is given by delta L into delta theta greater than or equal to cross H by 2. So the position and momentum uncertainty principle is given by delta x into delta p greater than or equal to cross H by 2. This means that it is impossible to measure the position and momentum of a moving particle simultaneously with 100% accuracy. So that is the statement of this uncertainty principle. അതുപോലെ നമുക്ക് ഈ എനർജി ടൈം പറയാൻ പറ്റില്ല. ഇമ്പോസിബിൾ ടു മെഷർ എനർജി ആൻഡ് ടൈം എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. An energy determination that has an uncertainty delta E must occupy at least a time interval delta T, which is given by cross H divided by 2 delta E. അതായത് നമ്മൾ ഒരു എനർജി ഡിറ്റർമൈൻ ചെയ്യാണ്, അതിൻ്റെ അൺസർട്ടനിറ്റി ഡെൽറ്റ ഇ ആണെങ്കിൽ, സോ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദിസ് എനർജി നീഡ് അറ്റ് ലീസ്റ്റ് എ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി വിച്ച് ഇസ് ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2 ഡെൽറ്റ ഇ. ഇതിൻ്റെ മിനിമം ടൈം ഇൻ്റർവെല്ലാണ് ഡെൽറ്റ ടി. സോ ഡെൽറ്റ ടി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2 ഡെൽറ്റ ഇ. അപ്പോൾ അതിങ്ങനെ നമുക്ക് എഴുതാം, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദി റീഅറേഞ്ച് ചെയ്ത് ഡെൽറ്റ ഐ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഐ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2. സോ ഇങ്ങനെ നമുക്ക് പറയാം. ഇനി വേറൊരു രീതിയിലും എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയാം. ഇഫ് എ സിസ്റ്റം ഇസ് ഇൻ എ സർട്ടൈൻ സ്റ്റേറ്റ് ഫോർ എ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി, the energy of the system in that state is uncertain by an amount delta E is equal to cross H by 2 delta T. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് ഒരു സിസ്റ്റം എന്ന് അസ്യൂം ചെയ്യാം. അതിൻ്റെ ഒരു ഡെൽറ്റ ടി ടൈമിലാണ് പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്നിട്ട് ആ സിസ്റ്റത്തിൻ്റെ എനർജി മെഷർ ചെയ്യാണ്. So the maximum time available for energy determination is delta T. Then the energy of the system in that particular state is uncertain by at least an amount equal to delta is equal to cross H by 2 delta T. The minimum value ആണ്. So delta E greater than or equal to cross H by 2 delta T. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒരു സിസ്റ്റം ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലാണ് ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെലിനെങ്കിൽ അതിൻ്റെ എനർജി എപ്പോഴും ഈ മിനിമം ഒരു ടൈമാണ്. സോ ദ ലിമിറ്റഡ് ടൈം അവൈലബിൾ restricts the accuracy with which we can measure the energy of the system by an amount equal to this. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. നമുക്കറിയാം ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൻ്റെ കേസിൽ, ഒരു അറ്റോമിക് പ്രോസസ്സിൻ്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ്. ആൻഡ് ദി ലൈഫ് ടൈം ഓഫ് ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്, ദി ഇലക്ട്രോൺ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇസ് വെരി വെരി ലാർജ്. സോ ഡെൽറ്റ ടി is large over here, and therefore delta E is very small, and therefore the energy level corresponding to ground state is well defined and sharp, but the excited state is not stable. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം നമുക്കറിയാം ഏകദേശം 10⁻⁻8 സെക്കൻഡ്സ് ആണ്. ഡെൽറ്റ ടി ഈസ് വെരി സ്മോൾ. അപ്പോൾ ഈ ലിമിറ്റഡ് ടൈം ഇവിടുത്തെ എനർജി മെഷർ ചെയ്യാനുള്ള അക്യുറസിയെ റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ടി സ്മോൾ ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2. ഡെൽറ്റ ഇ ഈസ് ഹൈ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെൽ ഡിഫൈൻഡ് ആൻഡ് നോട്ട് ഷാർപ്പ്.
അപ്പോൾ അത് കുറച്ചൊരു ബ്രോഡൻഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക, ഇത്രയും ഷാർപ്പായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കുറച്ച് ബ്രോഡൻഡ് ആയിരിക്കും, അത്ര ഷാർപ്പായിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈൻ എന്ന് പറയുന്നത് ഷാർപ്പായിരിക്കില്ല, ചെറിയൊരു ബ്രോഡനിങ് ഉണ്ടാവും. സോ ഡ്യൂ ടു ദിസ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ദർ ഇസ് എ വെരി സ്മോൾ ബ്രോഡനിങ് ഫോർ ദി സ്പെക്ട്രൽ ലൈൻസ്. ഇപ്പൊ എത്രയൊന്നും ഉണ്ടാവില്ല, ഷാർപ്പ് ഒരു ലൈനിന് പകരം ഒരു ബ്രോഡനിലായിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ദിസ് ഇസ് ഡ്യൂ ടു ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. So now we are going to prove the energy and time uncertainty principle. So suppose we want to measure the energy E emitted during the time interval delta t in an atomic process. ഇപ്പോൾ ഡെൽറ്റ ടി ടൈം ഇൻ്റർവെല്ലിൽ നമ്മൾ ഒരു എനർജി മെഷർ ചെയ്യാണ്, എനർജി ഓഫ് എ സ്റ്റേറ്റ് ഇൻ an atomic process. So we know that the energy is in the form of electromagnetic waves. So this limited time delta t available restricts the accuracy with which we can determine the frequency of the waves. ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആകുമ്പോൾ നമ്മൾ എനർജി മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എച്ച് ന്യൂ ആണ്, എച്ച് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ ന്യൂ മെഷർ ചെയ്യും, എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനർജി കിട്ടും. സോ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡെൽറ്റ ന്യൂ സിൻസ് എച്ച് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ എച്ച് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ഇ എച്ച് ഇൻറ്റു ഡെൽറ്റ ന്യൂ ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് വേവ്സ് പെർ സെക്കൻഡ് ആണ്. സോ ഫ്രീക്വൻസി മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർ സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് വേവ്സ് ഉണ്ട്, നമ്പർ ഓഫ് സൈക്കിൾസ് ഉണ്ട്, അതാണ് നമ്മൾ മെഷർ ചെയ്യുക. സോ ലെറ്റ് us assume that the minimum uncertainty in the number of waves we count. ഇപ്പം നമ്മൾ നമ്പർ ഓഫ് വേവ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അതിലെ മിനിമം അൺസർട്ടനിറ്റി അതൊരു നമ്പർ ആയതുകൊണ്ട് അത് എപ്പോഴും 1 ആയിരിക്കും. കാരണം അൺസർട്ടനിറ്റി ഇൻ ദി നമ്പർ ഓഫ് വേവ്സ് ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ആവില്ല. മിനിമം അൺസർട്ടനിറ്റി, മിനിമം എറർ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് മിനിമം 1 ആയിരിക്കും. കാരണം ഇതൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ അതൊരു ഫ്രാക്ഷൻ ആവില്ല. സോ ഡെൽറ്റ ഇൻ മിനിമം ഇസ് 1. We know that mu is equal to the number of waves we count divided by the time interval delta t. So therefore delta nu is equal to delta n divided by the time interval. So we have seen that the minimum value of delta n is 1 and delta n is greater than or equal to 1. Therefore the value of the uncertainty in the number of waves we count is greater than or equal to 1. Minimum value ആണ് 1. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get delta nu greater than or equal to 1 by delta t. Delta nu ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So the uncertainty and the frequency measurement is given by delta nu greater than or equal to 1 by delta t. So this is treated as equation number 1. ഇപ്പോൾ ഡെൽറ്റ ന്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദി കറസ്പോണ്ടിങ് എനർജി അൺസർട്ടനിറ്റി ഇസ് ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ഇൻറ്റു ഡെൽറ്റ ന്യൂ. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെൽറ്റ ന്യൂവിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ ഇ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഡെൽറ്റ ടി. So taking delta t towards left side, we will get delta e into delta t greater than or equal to h. അപ്പോൾ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലെത്തി. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2. അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ നേച്ചർ വെച്ച് ചെയ്തപ്പോഴാണ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ എച്ച് കിട്ടിയത്. നമ്മളിതിന് പകരം വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ ദി അൺസർട്ടനിറ്റീസ് ഇൻ എനർജി ആൻഡ് ടൈം ഇസ് ഗിവൺ ബൈ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2. അപ്പോൾ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ള ഡെറിവേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഡിഗ്രി സിലബസിൻ്റെയും
സിലബസിൽ അതില്ല. So this equation states that the product of uncertainty delta E in the energy measurement and the uncertainty delta E t in time at which the measurement is made is equal to or greater than cross h by 2. Cross h is h by 2 pi. So which is greater than or equal to h by 4 pi. അപ്പോൾ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വെച്ച് മാത്രമല്ല നമുക്കിത് ഡിറൈവ് ചെയ്യാൻ പറ്റുക, മറ്റ് മെത്തേഡ്സ് വെച്ചിട്ടും ഡിറൈവ് ചെയ്യാം. സോ ദിസ് റിസൾട്ട് ക്യാൻ ബി ഡിറൈവ്ഡ് ഇൻ അതർ വേസ് ആസ് വെൽ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തത്, ബട്ട് ഇറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് യൂസിങ് അതർ മെത്തേഡ്സ്. So this is what is energy time uncertainty principle. So now we can do some problems. An excited atom gives up its excess energy by emitting a photon of characteristic frequency. The average period that elapses between the excitation of an atom and the time it radiates is 10 raised to minus 8 seconds. Find the inherent uncertainty in the frequency of the photon. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു എക്സൈറ്റഡ് ആറ്റം അതിൻ്റെ എക്സസ് എനർജി എമിറ്റ് ചെയ്യുന്നു ബൈ ഗോയിങ് ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ അവിടെ അതൊരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി. സോ ആ എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലൈഫ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് പീരിയഡ് ദാറ്റ് എലാപ്സസ് ബിറ്റ്വീൻ ദി എക്സൈറ്റേഷൻ ഓഫ് ദി ആറ്റം ആൻഡ് ദി ടൈം ഇറ്റ് റേഡിയേറ്റ്സ്. എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റേഡിയേറ്റ് ചെയ്യുന്ന ഒരേ സമയം, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലൈഫ് ടൈം 10 to the power minus 8 സെക്കൻഡ് ആണ്. ഫൈൻഡ് ദി ഇൻഹറന്റ് അൺസർട്ടനിറ്റി ഇൻ ദി ഫ്രീക്വൻസി ഓഫ് ദി ഫോട്ടോൺ. ഇപ്പൊ ഫോട്ടോണിന്റെ എനർജി അൺസർട്ടനിറ്റി നമുക്ക് ഡെൽറ്റ ഇ is greater than cross h by 2 delta t വെച്ചിട്ട് കാണാം. ഡെൽറ്റ ടി എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ ലൈഫ് ടൈം വിച്ച് ഇസ് 10 raised to minus 8 seconds എടുക്കുക, എന്നിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5.3 into 10 raised to minus 27 joules എന്ന് കിട്ടും. ദിസ് ഇസ് ഡെൽറ്റ ഇ. ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ന്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെൽറ്റ ഇ ബൈ എച്ച് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 into 10 to the power 6 hertz, 8 megahertz. അപ്പോൾ this is the uncertainty in the frequency of the radiation emitted by the atom. അപ്പോൾ അതിന്റെ ബ്രോഡനിങ് കൊണ്ട്, നമ്മൾ പറഞ്ഞ ലൈനിന്റെ ബ്രോഡനിങ് കൊണ്ട് അതിന്റെ ഫ്രീക്വൻസിയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. അതാണ് 8 into 10 to the power 6 hertz. അതുകൊണ്ട് തന്നെ ഈ ലൈനിന് ഒരു പ്രിസൈസ് ഫ്രീക്വൻസി ആവില്ല, ഒരു ന്യൂ പ്ലസ് ഡെൽറ്റ ന്യൂ ഉണ്ടാവാം. അപ്പോൾ ഫോർ എ ഫോട്ടോൺ ഹൂസ് ഫ്രീക്വൻസി ഇസ് 5 into 10 raised to 14 hertz, ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ന്യൂ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ ന്യൂ ഇത് വെക്കുക, ഏകദേശം 1.6 into 10 raised to minus 8 ആണ്. ഇറ്റ്സ് വെരി വെരി സ്മോൾ വാല്യൂ. അപ്പോൾ ഈ ബ്രോഡനിങ് എന്ന് പറയുന്നത് അത്ര വലുതൊന്നുമല്ല. അത് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. എന്തായാലും അവിടെ ഒരു ബ്രോഡനിങ് ഉണ്ട്, അതായത് ലൈൻ ഷാർപ്പ് ആയിരിക്കില്ല, അതിന്റെ ഫ്രീക്വൻസി ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കില്ല, ന്യൂ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ന്യൂ ആയിരിക്കും. അപ്പോൾ ഈ ബ്രോഡനിങ്ങിന്റെ റീസൺ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഈ ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണ്, എന്നിരുന്നാലും ആ ബ്രോഡനിങ് ഉണ്ട്. സോ ദി അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇസ് ദി റീസൺ ഫോർ ദിസ്. നൗ ദി സെക്കൻഡ് പ്രോബ്ലം ഇസ് ദാറ്റ് an unstable elementary particle called eta meson has a rest mass of 549 million electron volt per c square and a mean lifetime of 7 into 10 to the power minus 19 second. What is the uncertainty in its rest mass? അപ്പോൾ ഡെൽറ്റ ടി ലൈഫ് ടൈം തന്നിട്ടുണ്ട് 7 into 10 raised to minus 19 സെക്കൻഡ്. അപ്പോൾ അതിന്റെ റെസ്റ്റ് മാസും തന്നിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റ് മാസ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ റെസ്റ്റ് മാസ് തന്നിരിക്കുന്നത് എനർജി യൂണിറ്റിലാണ്. അപ്പോൾ അതിനെ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോഗ്രാംസിലേക്ക് മാറ്റാം. അപ്പോൾ അത് മില്യൺ ഇലക്ട്രോൺ വോൾട്ടിലായതുകൊണ്ട് അതിനെ ആദ്യം ജൂൾസിലേക്ക് ആക്കുക, എന്നിട്ട് സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് കിട്ടും. അപ്പോൾ ഡെൽറ്റ ടി തന്നിട്ടുണ്ട്. ഡെൽറ്റ ടി തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ക്രോസ് എച്ച് ബൈ 2 ഡെൽറ്റ ടി ആണ്. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കുക. ആൻഡ് വി നോ ദി ഇക്വേഷൻ ഈക്വൽ ടു m0 c സ്ക്വയർ അല്ലേ. അപ്പോൾ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡെൽറ്റ m0 ഇൻറ്റു സി സ്ക്വയർ ആയിരിക്കും. സോ ദി അൺസർട്ടനിറ്റി ഇൻ റെസ്റ്റ് മാസ് ഇസ് ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് കിലോഗ്രാം യൂണിറ്റിലാണ് കിട്ടുക. ക്വസ്റ്റ്യനിൽ റെസ്റ്റ് മാസിന്റെ യൂണിറ്റ് മില്യൺ ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്. അപ്പോൾ അതേ യൂണിറ്റിലാക്കണമെങ്കിൽ നമുക്കത് ചെയ്യാം. 47 ഇലക്ട്രോൺ വോൾട്ട് പെർ സി സ്ക്വയർ ആണ്